നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ ഇത് റയൽ മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ സാന്റിയാഗോ ബെർണാബ്യൂവിൽ വെച്ച് ഏറ്റുമുട്ടുകയാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30, അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 കളി നടക്കുന്നത്. ഫുട്ബോൾ പ്രേമികൾ വളരെ ആവേശത്തോടെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പോരാട്ടമാണിത്. കാരണം ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച രണ്ട് പരിശീലകർ തമ്മിലുള്ള പോരാട്ടം. പെപ് ഗാർഡിയോള ഒരു വശത്ത്, കാർലോ ആഞ്ചലോട്ടി മറുവശത്ത്. ആഞ്ചലോട്ടിയുടെ 200ാമത്തെ UCL മത്സരമാണിത് കോച്ച് എന്ന നിലയിൽ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഒരു പോസിറ്റീവ് റിസൾട്ട് തന്നെയാണ് രണ്ട് പരിശീലകരും ഉദ്ദേശിക്കുന്നത്. കളിക്ക് മുന്നോടിയായിട്ട് പെപ് ഗാർഡിയോള പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ടീമിൽ വിനി ജൂനിയറെ പൂട്ടാൻ പറ്റുന്ന ഒരാളുണ്ടായിരുന്നു, കെയ്ൽ വാക്കർ. പക്ഷേ അവൻ ഈ കളി കളിക്കാനില്ല, മറ്റ് സൊല്യൂഷൻസ് നോക്കണമെന്നാണ്. ഡിഫൻസിൽ ചില പ്രശ്നങ്ങളുണ്ട്, വാക്കറില്ല, ഗാർഡിയോളിൻ്റെ കാര്യത്തിൽ ഡൗട്ട്ഫുൾ ആണ്, ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ്. അതാനൊക്കെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് സിറ്റി നിൽക്കുന്നത്. സിറ്റിയുടെ 11 എന്താവും, അതുപോലെ തന്നെ റയൽ മാഡ്രിഡിൻ്റെ 11 എന്താണ്, ഇതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കാം. ആരിറങ്ങും, ആര് നേടും? നമ്മൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ നോക്കൗട്ട് സ്റ്റേജിലേക്ക് കളികളെത്തുമ്പോൾ എല്ലാ തവണയും ചെയ്യാറുള്ള വീഡിയോ സീരീസാണ് ആരിറങ്ങും ആര് നേടും. അപ്പോൾ പ്രോബിൾ ലൈനപ്പ് എന്തായിരിക്കും, അല്ലെങ്കിൽ ലൈനപ്പ് എന്തായിരിക്കും എന്നുള്ളതും അതോടൊപ്പം ഒരു വിജയം ആര് വിജയിക്കുമെന്നുള്ളൊരു പ്രഡിക്ഷനുമാണ് നമ്മൾ സാധാരണഗതിയിൽ ഇതിൽ നടത്താറുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ലൈനപ്പാണ്. അവർ എഡേഴ്സൺ മോറസിനെ ഗോൾ കീപ്പറാക്കും. ഡിഫൻസിൽ സ്റ്റോൺസ് ഉണ്ടാവും, ഡയസ് ഉണ്ടാവും, അക്കാഞ്ചി ഉണ്ടാവും. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ റോഡ്രി, കൊവാസിച്ച്, സിൽവ, ഡിബ്രൂയനെ, ഫോഡൻ, ഡോക്കു എന്നിവർ അണിനിരക്കും. അതിനുശേഷം എർലിംഗ് ഹാലൻഡും. അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു 11 3-2-4-1. എഡേഴ്സൺ ഗോൾ കീപ്പർ, സ്റ്റോൺസ്, ഡയസ്, അക്കാഞ്ചി ഡിഫൻസ്, റോഡ്രി, കൊവാസിച്ച് അവർക്ക് തൊട്ടു മുന്നിൽ, പിന്നെ സിൽവ, ഡിബ്രൂയനെ, ഫോഡൻ, ഡോക്കു അവർ ഹാലൻഡിനെ സഹായിക്കാൻ അദ്ദേഹത്തിന് തൊട്ടു പുറകിലും. ഇങ്ങനെയുള്ളൊരു 11 പ്രതീക്ഷിക്കുന്നത്. പിന്നെ പെപ്പ് ആയതുകൊണ്ട് പ്രധാന മത്സരങ്ങളിൽ എന്ത് ടാക്ടിക്സ് പുറത്തെടുക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ്, എല്ലാവരും ഞെട്ടിക്കും അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ കാത്തിരിക്കാം എന്താണ് പെപ്പിൻ്റെ പുതിയ തന്ത്രം എന്നറിയാൻ വേണ്ടി. പിന്നെ റയൽ മാഡ്രിഡിൻ്റെ ഭാഗത്ത് ഗോൾ കീപ്പറായിട്ട് ല്യൂനിൻ, ഡിഫൻസിൽ റൂഡിഗറും ഷുവാമിനിയും ഒരുമിച്ച് കളിക്കാനുള്ള സാധ്യത കാണുന്നു. കർവാഹലും മെൻഡിയും ഇരുപാർശ്വങ്ങളിലുണ്ടാവും. മധ്യനിരയിൽ ടോണി ക്രൂസ്, വാൽവെർദെ, കമവിംഗ എന്നിവരും. മുന്നേറ്റത്തിൽ വിനിയും ബെല്ലിംഗാമും റോഡ്രിഗോയും ഒരുമിച്ചിറങ്ങാനുള്ള സാധ്യതയും കാണുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റയൽ മാഡ്രിഡ് 11. ഇനി ആര് ജയിക്കും? ഇതൊരു $1 മില്യൺ ക്വസ്റ്റ്യനാണ്. ലോക ഫുട്ബോളിലെ രണ്ട് മഹാരഥന്മാരായ കോച്ചുമാർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആര് ജയിക്കുമെന്ന് പറയുക എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ പ്രഡിക്ഷനെ ആർത്ഥത്തിലെടുക്കുക. 90 മിനിറ്റ് കളിക്കളത്തിൽ എന്ത് നടക്കുന്നു എന്നതിന് തന്നെയാണ് പ്രാധാന്യം. പിന്നെ ഫുട്ബോൾ പ്രേമികൾ ഫുട്ബോളിൻ്റെ ഒരു ആവേശത്തിൽ ഓരോ കളിക്കുമ്പോൾ പ്രഡിക്ഷനൊക്കെ നടത്തും. ആ അർത്ഥത്തിൽ മാത്രമാണ് നമ്മളിത് പ്രിഡിക്റ്റ് ചെയ്യുന്നത്. മത്സരം റയൽ മാഡ്രിഡിൻ്റെ മൈതാനത്താണ്. തീർച്ചയായിട്ടും വലിയ ഫാൻ സപ്പോർട്ടിലായിരിക്കും അവർ കളിക്കുക. 1-1 സമനിലയാണ് റാഫ്റ്റോക്സിൻ്റെ പ്രഡിക്ഷൻ. ബാക്കി രണ്ടാം ഭാഗത്ത് കാണാം. നിങ്ങളുടെ ഒരു പ്രഡിക്ഷൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.